ഡിയർ സ്റ്റുഡൻസ്, ഞാൻ അനുദീപ്. ഏറ്റവും അധികം സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത്. കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിക്സ് കടൽ പോലെ കിടക്കുന്ന ഈ രണ്ട് സബ്ജക്ട്സ്, അതും ഡിഗ്രി ലെവൽ പ്രിലിംസിൽ 10 മാർക്കാണ് ഈ ഒരു ഏരിയ എന്നുള്ളത്. അതുപോലെ തന്നെ മെയിൻസ് പരീക്ഷകളിൽ നിന്ന് വരുന്നുണ്ട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാംസിലും ഒഴിച്ചുകൂടാനാവാത്തൊരു മേഖലയാണിത്. ഈ ടോപ്പിക്കിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള റീജിയൻസ് മാപ്പ് ചെയ്ത് തട്ടുന്ന പല സ്റ്റുഡൻസും പറയുന്നു. ഇന്ന് ആ ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇനിയുള്ള സമയം ഞാൻ ഈ പറയുന്ന ടോപ്പിക്സ് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കാര്യം കടൽ പോലെ കിടക്കുന്ന സബ്ജക്റ്റ് ആണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ ഒക്കത്തില്ല. ദാറ്റ്സ് ദ റിയാലിറ്റി. പക്ഷേ പരീക്ഷയ്ക്ക് അത്യാവശ്യം മാർക്ക് കിട്ടുന്ന മേഖലകളുണ്ട്. അത് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാം. ഇപ്പൊ നിങ്ങൾ നേരത്തെ പഠനം തുടങ്ങിയ വ്യക്തിയാണെങ്കിൽ റിവിഷൻ സമയത്ത് ഈ ഏരിയകൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ബിക്കോസ് ഇവിടെ നിന്നാണ് ഏറ്റവും അധികം ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇനി വരാൻ പോകുന്നതും ഈ മേഖലയിൽ നിന്നാണ്. സെൽഫ് സ്റ്റഡി നടന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റഡി പ്ലാൻ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഞങ്ങളൊരു ബാച്ചിലെ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇതെല്ലാം ബാച്ചിൽ കവേർഡ് ആയി കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ നിന്നും ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹോട്ട് ടോപ്പിക്സ് പറയുന്നതിന് മുമ്പ് എവിടെ നിന്നാണ് ഈ പറയാൻ പോകുന്ന ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബൈബിൾ ലക്ഷ്മികാന്ത് പിള്ളേരെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റാണ്. ഇനിയിപ്പോൾ NCERT എന്തൊക്കെ മാറിയാലും SCERT മാറിയാലും മാറിയില്ലെങ്കിലും നിങ്ങളൊന്നും വായിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഈ ഒരു ഒറ്റ ടെക്സ്റ്റ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ സെറ്റാണ്. SCERT ഗവേണൻസ് അല്ലെങ്കിൽ സിവിക്സ് മേഖലയിൽ SCERT ചില ഭാഗങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. പിന്നീട് ഞാൻ ക്ലാസ് നോട്ട്സ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെ എല്ലാവർക്കും ഉള്ളൊരു പ്രധാനപ്പെട്ട സംശയം കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. രണ്ടും ഓവർലാപ്പ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കുകൾ തന്നെയാണ് പല കോണ്ടെക്സ്റ്റിലും. അറ്റ്ലീസ്റ്റ് PSCയുടെ സിലബസ് വെച്ച് നോക്കുമ്പോൾ. ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പല കാര്യങ്ങളും സിവിക്സിനകത്തുണ്ട്, സിവിക്സിനകത്ത് പല കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടന, ഒരു രാഷ്ട്രം എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്നുള്ള കൃത്യമായ നിർവചനങ്ങളും കാര്യങ്ങളുള്ള ഭരണഘടനയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അത് റിട്ടൺ ഡോക്യുമെന്റ് ആണ്. സിവിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സോഷ്യൽ സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ്. അതായത് ഇപ്പം ഒരു വ്യക്തിക്കുള്ള അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഒരു രാഷ്ട്രം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ള ബേസിക് തത്വങ്ങൾ, ബ്യൂറോക്രസി എന്താണ്, അതിൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് സിവിക്സിനകത്ത് പഠിക്കുക. സോ സിവിക്സിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വരുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന്റെ പെർസ്പെക്ടീവിൽ സിവിക്സിലും കുറെ ഏരിയാസ് ഓവർലാപ്പ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ക്ലിയർ കട്ടായിട്ടൊരു ഡിമാർക്കേഷൻ ഇത് സിവിക്സ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പറയാൻ ഒക്കത്തില്ല. ഉദാഹരണത്തിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് അത് സിവിക്സിനകത്ത് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ സിലബസിനകത്തുള്ള ഡിമാർക്കേഷൻ അത്ര പെർഫെക്റ്റ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്തിലെ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ബൾക്കിയസ്റ്റ് ഇൻ ദ എൻറ്റയർ വേൾഡ്, പഠിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യയുടെ തന്നെയാണ് അല്ലെ. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ സെലക്റ്റീവ് ആയിട്ട് പഠിക്കണം. ഇനി മുതൽ നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് കൃത്യമായും പഠിച്ചിട്ട് പോവുക. ഇത്രയും എംപവറിംഗ് ആയ ഒരു ചാപ്റ്റർ വേറെ ഇല്ല. പരീക്ഷയിൽ മാർക്ക് കിട്ടാനാണെങ്കിലും അതല്ല, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മുടെ ആത്മവിശ്വാസം കൂടാനാണെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 14 എന്ത്, ആർട്ടിക്കിൾ 21 എന്ത്, ഇതൊക്കെ കൃത്യമായി പഠിച്ചിട്ട് പോവാം. ഒരു മനുഷ്യന് ഇന്ത്യ മഹാരാജ്, ഒരു സിറ്റിസൺ ഇന്ത്യ മഹാരാജ്യം കൊടുക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ട് പോവാം. ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഉള്ളിൽ തന്നെ വരുന്നൊരു മറ്റൊരു ചോദ്യമാണ് ഫ്രീഡം ഓഫ് പ്രസ്. ക്ഷമിക്കുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഫ്രീഡം ഓഫ് പ്രസ്, പത്ര സ്വാതന്ത്ര്യം. ഇത് സിവിൽ സർവീസിലും കേരള PSCയിലും ഒരുപോലെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പത്ര സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് പ്രസ് പ്രത്യേകമായി ഭരണഘടനയിൽ പരാമർശിക്കുന്നുണ്ടോ? ഇല്ല, പരാമർശിക്കുന്നില്ല എന്ന് ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ. കാര്യം ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ആർട്ടിക്കിൾ 19 സംസാര സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യനും ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ സിറ്റിസൺസിനും കൊടുക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഉള്ളിൽ പ്രസ്സിനും ആ സ്വാതന്ത്ര്യം ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രസ്സിന് മാത്രം അല്ലെങ്കിൽ പത്രങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മാത്രമായി ഒരു ഫ്രീഡം ഓഫ് പ്രസ് എന്നൊരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഇല്ല. ആർട്ടിക്കിൾ 19 അണ്ടറിൽ എല്ലാ ഇന്ത്യൻ സിറ്റിസൺസിനും കൊടുക്കുന്നതിനോടൊപ്പം അവർക്കും കൊടുക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ. അപ്പോൾ നമുക്ക് ധാരാളം മൗലിക അവകാശങ്ങളുണ്ട്. ഈ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ എന്താണ് നമുക്ക് മാർഗം? നമുക്ക് സുപ്രീം കോടതിയിൽ പോവാം. അപ്പൊ കോടതി എന്ത് പുറപ്പെടുവിക്കും? ഉത്തരവുകൾ പുറപ്പെടുവിക്കും. ആ ഉത്തരവുകളാണ് റിട്ട് എന്ന് പറയുന്നത്. റിട്ട്, ഹേബിയസ് കോർപ്പസ് ഉണ്ട്, സെഷ്യൂറി, മെനാമസ്,
കോ വാറന്റോ, അങ്ങനെ പല പല റിട്ടുകളുണ്ട്. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാം. അപ്പൊ എന്താണ് റിട്ടുകൾ? എത്ര തരത്തിലുള്ള റിട്ടുകളുണ്ട്? ഹൈക്കോർട്ടിന്റെയും സുപ്രീം കോർട്ടിന്റെയും റിട്ട്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഉദാഹരണത്തിന് നമ്മൾ വിചാരിക്കും സുപ്രീം കോടതി വലിയ കോടതി ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ അധികാരം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനല്ല. സുപ്രീം കോടതിക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റഡ് ആയാൽ മാത്രമാണ് റിട്ട്സ് പുറപ്പെടുവിക്കാനുള്ള അവകാശം. ഓൺ ദ അതർ ഹാൻഡ് ഹൈക്കോർട്ട്സ് ഓർഡിനറി റൈറ്റ്, ഇപ്പോ റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലെ, ഭൂസ്വത്തിനുള്ള അവകാശം, അത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, ഇപ്പം അത് വെറും സാധാരണ ഓർഡിനറി റൈറ്റ് ആണ്. അപ്പം ഹൈക്കോടതിക്ക് ഓർഡിനറി റൈറ്റുകൾ റീഇൻസ്റ്റേറ്റ് ചെയ്യാനും റിട്ട്സ് പ്രൊമുൾഗേറ്റ് ചെയ്യാം. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കാം. അപ്പോൾ റിട്ടുകളെ പറ്റി പഠിക്കുക, ഇത്ര ഒരുമിച്ച് നിങ്ങൾ പഠിക്കണം. പിന്നീട് കൺകറന്റ് ലിസ്റ്റ് എന്താണെന്ന് പഠിക്കണം. എന്താണ് കൺകറന്റ് ലിസ്റ്റ്? യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒരുപോലെ, സർക്കാരുകളല്ല, നിയമസഭ, പാർലമെന്റ്, ലോ മേക്കിംഗ് അല്ലെ, നിയമനിർമ്മാണത്തിന് രണ്ടാൾക്കാർക്കും ഒരേപോലെ അവകാശമുള്ള മേഖലയാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് പഠിക്കാം. സിറ്റിസൺഷിപ്പിനെ പറ്റി ഡീറ്റെയിൽഡ് പഠിക്കുക. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്, എങ്ങനെയാണ് ആ വ്യക്തിക്ക് സിറ്റിസൺഷിപ്പ് നഷ്ടമാകുന്നത്, അക്വിസിഷൻ ആൻഡ് റിനൗൺസിയേഷൻ അല്ലെങ്കിൽ ലോസ് ഓഫ് സിറ്റിസൺഷിപ്പ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, ആർട്ടിക്കിൾ 1, 2, 3 എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ ഫ്രീ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് മാത്രം കണ്ടാലും മതി. സിറ്റിസൺഷിപ്പ് അങ്ങനെ പഠിക്കാം. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് പ്രിയാമ്പിൾ ആണ്. നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഭരണഘടന തുടങ്ങുന്നത് പ്രിയാമ്പിളിലാണ്. പക്ഷെ ഞാൻ പ്രിയാമ്പിളിനെ പറ്റി ഇപ്പോഴാണ് ഞാൻ പറയുന്നത്, ബിക്കോസ് ഇത് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഭരണഘടനയുടെ ഓർഡറിലല്ല, പ്രയോറിറ്റിയുടെ ഓർഡറിലാണ്. നിങ്ങൾ പഠിക്കേണ്ട പ്രയോറിറ്റിയുടെ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം ഇനി ഒരു ക്രാഷ് പോലെ ഇന്ന് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അധികം സമയം നമ്മുടെ മുമ്പിലില്ല, അതുകൊണ്ട് സെലക്റ്റീവ് ആയിട്ട് തന്നെ പഠിക്കാം. പ്രിയാമ്പിൾ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് അല്ലെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, അത് പഠിക്കണം. അപ്പൊ പ്രിയാമ്പിളിൽ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്, സോഷ്യൽ റൈറ്റ്സും പൊളിറ്റിക്കൽ റൈറ്റ്സും. അതിൽ പൊളിറ്റിക്കൽ, രാഷ്ട്രീയമായ അവകാശങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പരാമർശിക്കുന്നതെങ്കിൽ പ്രിയാമ്പിളിൽ പറയുന്ന സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്, സാമൂഹികവും സാമ്പത്തികവുമായ അവകാശങ്ങളെ പറ്റി പരാമർശിക്കുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന ചാപ്റ്ററിലാണ്. ഇവിടെ ഒരു 6 ചോദ്യമുണ്ട്. അതായത് UPSC ക്വസ്റ്റൻ ആണ്, നമുക്ക് PSC പ്രതീക്ഷിക്കാം. വിച്ച് among the following is fundamental for the governance of the country? ഒരു രാജ്യത്തിന്റെ ഭരണത്തിൽ ഏറ്റവും മൗലികമായി നമ്മൾ പാലിക്കേണ്ടത് എന്താണെന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ ഓപ്ഷൻസ് അത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSPs എല്ലാം ഉണ്ട്. അപ്പൊ ഫണ്ടമെന്റൽ എന്നുള്ള പേര് കണ്ടുകൊണ്ട് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് യൂസ് ചെയ്യും, അങ്ങനല്ല, അത് DPSP ആണ്. ഒരു രാഷ്ട്രം എങ്ങനെ ഭരിക്കണം, ഒരു ക്ഷേമരാഷ്ട്രം എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത് DPSPയിലാണ്. അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഗവർണൻസ് അത് DPSPയിലാണ് പറയുന്നത്, അല്ലാതെ ഫണ്ടമെന്റൽ റൈറ്റ്സിലല്ല എന്നുള്ള കാര്യം ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ. ഇനി അടുത്ത് നമുക്ക് ചോദ്യം വരാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിന്റെ സെക്ഷനാണ്. ഭരണഘടനയെ നമ്മൾ വിളിക്കുന്നത് ഇറ്റ്സ് എ ലിവിങ് ഡോക്യുമെന്റ്, ഇറ്റ്സ് എൻ ഓർഗാനിക് വൺ. എന്നും ജീവിക്കുന്ന, ശ്വസിക്കുന്ന ഓർഗാനിക് ആയ ഡോക്യുമെന്റ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്. എന്തുകൊണ്ടാണ്? അത് കാലത്തിനനുസരിച്ച് മാറും. അതാണ് അമെൻമെന്റ് എന്ന് പറയുന്നത്. ഭരണഘടനയിൽ നമുക്ക് എന്തൊക്കെ തരം മാറ്റങ്ങൾ വരുത്താം എന്ന് നമ്മൾ പറയുന്ന അമെൻമെന്റിനകത്താണ്. ആർട്ടിക്കിൾ 368 വളരെ വിശാലമായിട്ടുള്ള ഫ്രീ ക്ലാസ്സസ് യൂട്യൂബിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തോട്ടൊരു ചോദ്യം സ്റ്റാറ്റിക് പോസ്റ്റിൽ നിന്ന് വരത്തില്ല, കറണ്ട് അഫയേഴ്സിൽ നിന്ന് വന്നാലേ ഉള്ളൂ, സ്റ്റാറ്റിക്കിൽ നിന്ന് വരത്തില്ല. നിങ്ങൾക്ക് അത്ര ട്രസ്റ്റ് ചെയ്ത വീഡിയോ കാണാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്ലേലിസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്താൽ മതി. അപ്പൊ അതുപോലെ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ നാൾ വഴികൾ ഒന്ന് പഠിക്കണം. 1773 റെഗുലേറ്റിംഗ് ആക്ട് മുതൽ 1947 വരെയുള്ള ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ആക്ട് വരെയുള്ള പ്രധാനപ്പെട്ട നിയമങ്ങൾ, ഭരണഘടനയുടെ നാൾവഴിയിലെ പ്രധാനപ്പെട്ട നിയമങ്ങളൊക്കെ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വിശാലമായിട്ടിരുന്ന് കാണുക. അതിന്റെ PDF നോട്ട്സ് ഒക്കെ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും സെഗ്മെന്റ് എടുക്കുന്ന നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ 1947 ശേഷമുള്ള ചരിത്രം നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബ് കൂടെ ചെയ്യാം. അത് ചെയ്തിട്ടുള്ളത് വരെ നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ യൂട്യൂബിൽ തന്നെ ചെയ്യാം. വളരെ രസകരമായ ചരിത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫോർമേഷൻ. അപ്പൊ ഇത് രണ്ടും ഇന്റർലിങ്ക്ഡ് ആണ് അല്ലെ. സ്ഥിരമായി നമുക്ക് ഇവിടെ വരുന്ന ചോദ്യം എന്താ? ഇന്ത്യയുടെ ഭരണഘടന എഴുതിയത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു ബോഡിയാണ്. അപ്പൊ ഇവരൊക്കെ ആരാ തെരഞ്ഞെടുത്തത്? ജനങ്ങളാണോ? ഡയറക്റ്റ് ഇലക്ഷൻസ് ആയിരുന്നു? അല്ല, ഇൻഡയറക്ട്ലി എലക്ട് ചെയ്തതാണ് അവരെ. അപ്പൊ അത് സ്ഥിരമായി ഇപ്പൊ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഭരണഘടനയിൽ ഏറ്റവും ന്യൂനതയായിട്ട് പറയുന്ന ഒരു കാര്യം അതാ, ജനങ്ങൾ നേരിട്ട് എലക്ട് ചെയ്ത ആൾക്കാരല്ല ഇന്ത്യൻ ഭരണഘടന എഴുതിയത്. അതാണ് ഏറ്റവും വലിയ ന്യൂനതയായിട്ട് പല ആൾക്കാരും പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എമർജൻസി പ്രൊവിഷൻസ് ആണ്. എമർജൻസി പ്രൊവിഷൻസ് അല്ലെ, എന്താണ് എമർജൻസി? അടിയന്തരാവസ്ഥ. അത് വീഡിയോ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, ദയവായത് കാണുക. 3 എമർജൻസീസ് ആണുള്ളത്. നാഷണൽ എമർജൻസി, ദേശീയ അടിയന്തരാവസ്ഥ. മറ്റൊന്ന്
പ്രസിഡൻസ് റൂൾ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം എന്നൊക്കെ പറയും. മൂന്നാമത്തേതാണ് ഫിനാൻഷ്യൽ എമർജൻസി. ഓക്കെ, അപ്പൊ ഇതൊക്കെ നോക്കുക. വളരെ ആഴത്തിലുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾ പാർട്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം, ഭരണഘടനയുടെ ഭാഗങ്ങൾ. ഇവിടെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് പാർട്ട് 9A ചോദിക്കുന്നുണ്ട്. എന്താണ് പാർട്ട് 9 അല്ലെങ്കിൽ 9A എന്നൊക്കെ പറയുന്നത്? പാർട്ട് 9-നകത്താണ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗ്രാമപ്രദേശങ്ങളിലെ സ്വയംഭരണ സ്ഥാപനങ്ങളെ പറ്റി പറയുന്നത്. 9A-യിലാണ് അർബൻ ലോക്കൽ ബോഡീസ്, നഗരപ്രദേശങ്ങൾ, സിറ്റീസിലെ ഇപ്പൊ മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻ, അതിനൊക്കെ പറയുന്നതാണ് പാർട്ട് 9A. ഓക്കെ, സോ നിങ്ങൾ ഇത് ഹോട്ട് ടോപ്പിക്സ് വളരെ വിശാലമായിട്ട് അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ പഠിക്കണമെങ്കിൽ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ബാച്ചുകൾ അവൈലബിൾ ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ ബാച്ച് ഒക്കെ അവൈലബിൾ ആണ്. KS-ന്റെ ബാച്ചുകളും നിങ്ങൾ സമഗ്രമായ സിലബസ് ഇതിൽ കവർ ചെയ്ത് കിട്ടും. അതുപോലെ സെൽഫ് സ്റ്റഡിയാണ് നിങ്ങൾക്ക് താല്പര്യം. നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോസ്റ്റ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് തരാം. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. ഇനി നമുക്ക് ഷെഡ്യൂൾസ്, ഇന്ത്യൻ ഭരണഘടനയുടെ പട്ടികകൾ എന്താണെന്ന് നോക്കാം. പട്ടിക എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് 10th ഷെഡ്യൂൾ എന്നാണ്. 10th ഷെഡ്യൂൾ ആന്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ നിരോധന നിയമമൊക്കെ ഉണ്ടല്ലോ. അത് ഓർത്തിരിക്കുക എളുപ്പമാണ്. 52ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴിയാണ് 10th ഷെഡ്യൂൾ വരുന്നത്. അപ്പൊ 5, 2, 10 അങ്ങനെ ഓർത്തിരുന്നാൽ മതി. 10 സെറ്റ് അല്ലേ? അപ്പൊ 7th ഷെഡ്യൂൾ എന്താ? ഇതാണ് 10th-നേക്കാൾ റിപ്പീറ്റേഷൻ വന്നിട്ടുള്ളത് 7th ഷെഡ്യൂളിനെ പറ്റിയുള്ള ക്വസ്റ്റൻ ആണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതിനെ പറ്റിയാണ് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പൊ അതിനുശേഷം നമ്മൾ നേരത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഉള്ളിൽ തന്നെ വരുന്നതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നൊരു കോൺസെപ്റ്റ് അല്ലെ? BR അംബേദ്കർ, അദ്ദേഹമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തലവൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ വിളിക്കുന്നത്. ദെൻ കംസ് ദ കോൺസെപ്റ്റ് ഓഫ് പോക്കറ്റ് വീറ്റോ. പോക്കറ്റ് വീറ്റോ ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ ക്ലാസ് ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റിന്റെ വീറ്റോ പവർ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പോക്കറ്റ് അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ വലുതാണ് എന്ന് പറയാറുണ്ട് അല്ലെ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദിസ് പോക്കറ്റ് വീറ്റോ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഈ കാശ് കൂടുതൽ ഉള്ളതുകൊണ്ടല്ല. ബിക്കോസ് പോക്കറ്റ് വീറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു ബില്ല് പ്രസിഡന്റ് ചുമ്മാ എടുത്ത് പോക്കറ്റിനകത്താണ്. കാര്യം പ്രസിഡന്റ് ഒപ്പിട്ടാലേ നിയമമാവുള്ളൂ. ഒപ്പിടാതെ പ്രസിഡന്റ് ചുമ്മാ ഇൻഡെഫിനിറ്റ് ആയിട്ട് കാലാകാലം പോക്കറ്റിലിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലാണ് നിശ്ചിത സമയത്തുള്ള ബില്ല് തിരിച്ചു കൊടുക്കണം. ഇന്ത്യയിൽ അങ്ങനൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ പോക്കറ്റ് വലുതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. പിന്നീട് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി പഠിക്കണം, ഫിനാൻസ് കമ്മീഷൻസിനെ പറ്റി പഠിക്കണം, UPSC-യെ പറ്റി പഠിക്കണം. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് PYQs ഉപയോഗിച്ചാലും മതിയാവും. പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ, ആർട്ടിക്കിൾസ്. നോർത്തേൺ സോണൽ കൗൺസിൽ എന്താണെന്നുള്ള കാര്യം നോക്കിയിട്ട് പോയിട്ടോ. പലപ്പോഴും ന്യൂസിനകത്ത് വരാറുണ്ട്. പിന്നെ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ, ഇന്ത്യൻ പാർലമെന്ററി പൊളിറ്റിക്സിന് അടിത്തറ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. എന്താണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി? ആർട്ടിക്കിൾ 75-ൽ പറയുന്നൊരു കാര്യമുണ്ട് അല്ലെ? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭ. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അവരുടെ പ്രതിനിധികൾ ജനങ്ങളോട് റെസ്പോൺസിബിൾ ആയിരിക്കണം. ജനങ്ങൾ എവിടെ ഉള്ളത്? ലോക്സഭയിലാണ്. കാര്യം ജനങ്ങൾ നേരിട്ട് എലക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ലോക്സഭയിലുള്ളത്. അതുകൊണ്ട് തന്നെ മന്ത്രിമാരെയൊക്കെ വരച്ച വരെ നിർത്തുന്ന ആരാ? ലോക്സഭയിലെ അംഗങ്ങൾ തന്നെയാണ്. പക്ഷെ അത് പലപ്പോഴും പ്രാക്ടിക്കൽ ആവാറില്ല. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു പാർലമെന്റ് എന്നല്ല പറയുന്നത്. കാര്യം പാർലമെന്റ് എന്ന് പറയുന്നത് രാജ്യസഭയെ വരും. ഇവിടെ ലോക്സഭ എന്നാണ് പറയുന്നത്. ലോക്സഭ. രാജ്യസഭയെടുത്ത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഇവർക്കില്ല. അതാണ് ഇപ്പൊ ഒരു മന്ത്രി മൻമോഹൻ സിംഗ്, അദ്ദേഹം രാജ്യസഭയിലെ MP ആയിരുന്നു. പക്ഷെ ഹീസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭയാണ്. മനസ്സിലായി? ലോക്സഭയിലേക്കാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അത് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമസഭയുടെ കേസ് എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ രാജ്യസഭയെ പറ്റി പഠിക്കുക. പിന്നെ പ്രൈമസ് ഇന്റർ പാരസ്, ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഫസ്റ്റ് എമംഗ് ഈക്വൽ എന്നാണ് ഇതിന്റെ അർത്ഥം. ഫസ്റ്റ് എമംഗ് ഈക്വൽ. ഇപ്പം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, കൂടത്തിൽ കുറെ മന്ത്രിമാരുണ്ട്. പ്രൈം മിനിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീസ് ഓൺലി പ്രൈമസ് ഇന്റർ പാരസ് അല്ലെ? ആരാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ? ആരാണ് പ്രൈം മിനിസ്റ്ററിനെ പ്രൈമസ് ഇന്റർ പാരസ് എന്ന് അഭിസംബോധന ചെയ്തത്? സ്ഥിരം PSC ചോദ്യമാണല്ലോ. ആൻസർ കമന്റ് സെക്ഷനിൽ പറഞ്ഞ് കേൾക്കട്ടെ. അതിന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. പ്രൈം മിനിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എമംഗ് ഈക്വൽസ്. എല്ലാ മന്ത്രിമാരുടെയും കൂട്ടത്തിൽ ഒരു മന്ത്രി മാത്രമാണ് പ്രൈം മിനിസ്റ്റർ. പക്ഷെ ഫസ്റ്റ് എമംഗ് ഈക്വൽസ്, കൂട്ടത്തിൽ ഒന്നാമൻ, അത്രയേ ഉള്ളൂ. ഇപ്പൊ സെയിം കോൺസെപ്റ്റ് ആണ് നമ്മളിപ്പോ ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയാറുണ്ട് അല്ലെ? ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്, അതുപോലെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ട്. പക്ഷെ 3 പേർക്ക് ഒരേ പവറാണ്. ഇലക്ഷൻ കമ്മീഷണർ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനൊക്കെ ഒരേ പവറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നല്ല ചീഫ് ഇലക്ഷൻ കമ്മീഷൻ പേര് വെച്ചിട്ടേ ഉള്ളൂ.
ഹീസ് ഓൾസോ ക്യാൻ ബി കൺസിഡേർഡ് പ്രൈമസ് ഇന്റർ പാരസ്. നമ്മൾ അക്കാഡമിക് അങ്ങനെ പറയാറില്ല, എന്നാലും പറയുക. അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഉണ്ട്, കൂടുതൽ മറ്റ് ജഡ്ജിമാരുണ്ട്. ഹീസ് ഓൾസോ ഓൺലി എ പ്രൈമസ് ഇന്റർ പാരസ്, ഫസ്റ്റ് ടൈമിങ് ഈക്വൽസ്, എല്ലാവരും തുല്യരാണ്, കൂട്ടത്തിൽ ഒന്നാമൻ, ഫസ്റ്റ് ടൈമിങ് ഈക്വൽസ്, അത്രേ ഉള്ളതിന്റെ മീനിങ്. ക്ലിയർ ആണല്ലോ? ഒരു ക്ലാസ്സിൽ കുറെ ആൾക്കാരുണ്ടെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലല്ലേ അവരുടെ പേര് അറേഞ്ച് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ടൈമിങ് ഈക്വൽസ്, എല്ലാവരും ഈക്വൽ ആണ്, പക്ഷേ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഫസ്റ്റ് വരുന്നത്, അങ്ങനെ ആലോചിച്ചാലും മതി. പക്ഷെ പ്രാക്ടിക്കലി ഇങ്ങനല്ല കാര്യങ്ങളെന്ന് നമുക്കറിയാം. തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്ര ഏരിയാസ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ, നിങ്ങൾക്ക് സേഫ് ആവാനുള്ള മാർക്ക് അവിടെ നിന്ന് കിട്ടേണ്ടതാണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് കൊണ്ട് നോക്കിയിട്ട് നോക്കൂ. ഇനി നമുക്ക് സിവിക്സിലേക്ക് വരാം. സിവിക്സ് നമുക്ക് ഒരു രാഷ്ട്രം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള പഠനമൊക്കെ സിവിക്സിനകത്താണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന എവിടുന്നാണെന്നറിയോ? ഓൾ ഇന്ത്യ സർവീസസ് അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്നൊരു മേഖലയാണ്. ഓൾ ഇന്ത്യ സർവീസസ്, സ്റ്റേറ്റ് സിവിൽ സർവീസസ് ആൻഡ് ബ്യൂറോക്രസി. ഇപ്പൊ ഓൾ ഇന്ത്യ സർവീസ് നമുക്കറിയാം, IAS, IPS, അതൊക്കെ ഓൾ ഇന്ത്യ സർവീസസ് ആണ്. സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെ സ്റ്റേറ്റ് ബ്യൂറോക്രസി ഉണ്ട്. അപ്പോ ഇതിനെപ്പറ്റി വളരെ വിശാലമായി പഠിക്കുക. ഒന്നുമല്ലെങ്കിലും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടല്ലേ ട്രൈ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ KAS ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഉടനെ ഒരു ഓൾ ഇന്ത്യ സർവീസ് മെമ്പർ ആയി മാറും. ഒരു 6 വർഷത്തിനകം നിങ്ങൾക്ക് IAS കൺഫർ ചെയ്ത് കിട്ടും. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്താണ്, ഓൾ ഇന്ത്യ സർവീസ് എന്താണ്, ഗ്രൂപ്പ് A എന്താണ്, B എന്താണ്, C എന്താണ്, നമുക്ക് നോക്കിയിട്ട് പോകും. റൈറ്റ് ടു ഇൻഫർമേഷൻ സ്ഥിരമായ ചോദ്യങ്ങൾ വരുന്നതാണ്. അതുപോലെ തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കളിയാക്കി വിളിക്കുന്നത് ടൂത്ത്ലെസ് ടൈഗർ എന്നാണ്, പല്ലില്ലാത്ത പുലി. എന്തുകൊണ്ടാ? ഒന്നാമത്തെ കാര്യം, റിട്ടയർമെന്റ് ഏജ് നയിക്കുന്ന 10-70 വയസ്സ് എന്തോ ആണ്. മാത്രമല്ല അവർക്ക് കാര്യമായിട്ടുള്ള പവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയൊക്കെ വരുന്ന കോണ്ടെക്സ്റ്റിൽ പലപ്പോഴും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പല്ല് കൊഴിഞ്ഞ സിംഹം എന്നും ടൂത്ത്ലെസ് ടൈഗർ എന്നും ഒക്കെ വിളിക്കാറുണ്ട്. സിംഹം അല്ല, ടൈഗർ. അപ്പോ അത് നോക്കാം. പിന്നെ ഇലക്ട്രോണിക് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ്, ഇലക്ഷന്റെ ID കാർഡ് ഉണ്ടല്ലോ, ഇലക്ഷൻ ID ഉണ്ടല്ലോ, അതിപ്പോ ഇലക്ട്രോണിക് ആണ്. അപ്പൊ അതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കിയിട്ട് പോവാം. അതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് പവറും ഡിവിഷൻ ഓഫ് പവറും നോക്കിയിട്ട് പോകണം. രണ്ട് കേട്ട ഒരുപോലെ ഇരിക്കും അല്ലെ, സെപ്പറേഷൻ ഓഫ് പവർ ആൻഡ് ഡിവിഷൻ ഓഫ് പവർ. എന്താണ് സംഭവം? സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെന്റിന് 3 ഓർഗൻസ് ഉണ്ട്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ലെജിസ്ലേച്ചർ എന്ത് ചെയ്യും? നിയമം നിർമ്മിക്കും. എക്സിക്യൂട്ടീവ് ആ നിയമം എക്സിക്യൂട്ട് ചെയ്യും. ജുഡീഷ്യറി എന്നതിന് കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ ജുഡീഷ്യൽ ആയിട്ടുള്ള കാര്യം ജുഡീഷ്യറി, കോടതി. ഒരിക്കലും ലെജിസ്ലേച്ചറിന്റെ കാര്യത്തിൽ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ഇവര് പരസ്പരം, ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ഇവര് പരസ്പരം ഇടപെടരുത്. അവരുടെ പരസ്പരം ഒരാളുടെ ഫംഗ്ഷൻ മറ്റൊരാൾ ചെയ്യരുത്. അതുപോലെ സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 50 പറയുന്നതാണ് സെപ്പറേഷൻ ഓഫ് പവർ. ലെജിസ്ലേച്ചറിന്റെ പണി എക്സിക്യൂട്ടീവ് ചെയ്യരുത്, അത് വൈസ് വേഴ്സ, ജുഡീഷ്യറിയുടെ പണിയും മറ്റാരും ചെയ്യരുത്. പക്ഷെ എപ്പോഴും ഇങ്ങനെ അല്ല കാര്യങ്ങൾ നടക്കുന്നത്. കാര്യം ഇന്ത്യയിൽ ട്രൂ സെപ്പറേഷൻ ഓഫ് പവർ ഇല്ല. അപ്പൊ എന്താണ് സെപ്പറേഷൻ ഓഫ് പവർ എന്ന് കൃത്യമായി നോക്കിച്ചിട്ട് പോവാം. ഇപ്പം പലപ്പോഴും പറയാറുണ്ട്, ഇപ്പം നമ്മൾ ഇടയ്ക്ക് വന്ന് രസകരമായ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, ഇടയ്ക്ക് ചില ടൂറിസ്റ്റ് ബസ്സുകളുടെ കളർ മൊത്തം വെള്ളയാക്കണം എന്ന് പറഞ്ഞിട്ട് കേരള ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. അപ്പം പറഞ്ഞ ഈ കോടതി എന്തിനാ ലെജിസ്ലേച്ചറിനെ പണിയെടുക്കുന്നതെന്ന് ചോദിക്കുന്നത്. കാര്യം അത് ലെജിസ്ലേച്ചർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കോടതിയുടെ പക്ഷത്താണ് ഞാൻ നിൽക്കുന്നത്. ഒരു യൂണിഫോമിറ്റി പലയിടത്തും കൊണ്ടുപോകണമെന്ന് കോടതി പറയാറുണ്ട്. അതുപോലെ നല്ലൊരു കാര്യം ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ അന്നത്തെ കാലത്തെ ക്ലൈമറ്റ് അങ്ങനെ ആയിരുന്നു, എപ്പോഴും അപകടങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോഴും കോടതി എപ്പോഴും ജനങ്ങളുടെ പക്ഷത്ത് നിന്നാണ് ചിന്തിക്കുന്നത്. അത് അവിടെ ഇരിക്കട്ടെ. സോ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള നിയമം നിർമ്മിക്കേണ്ടത് നിയമസഭയല്ലേ, ലെജിസ്ലേച്ചർ അല്ലേ. പക്ഷെ കോടതി മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ ഇന്റർപ്രിട്ടേഷനകത്ത് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊണ്ടുവന്നു. അപ്പം നിയമസഭ ചെയ്യേണ്ട പണിയാണ് ചിലപ്പോൾ കോടതി ചെയ്തെന്നുണ്ടെങ്കിൽ പറയാം. അപ്പൊ അത്തരത്തിൽ പലപ്പോഴും ക്രിറ്റിസിസം, ജുഡീഷ്യൽ ആക്ടിവിസം, അതായത് പാർലമെന്റ് ഇപ്പം ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നത് ഡൽഹിയിലല്ലേ, അത് നിയമം കൊണ്ട് നിരോധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് കോടതി ഉത്തരവിന്റെ പുറത്താണ് നിരോധിച്ചത്. അപ്പോൾ പലപ്പോഴും ലെജിസ്ലേച്ചറിന്റെ പണി കോടതി എടുക്കാറുണ്ട്, അതിന്റെ വൈസ് വേഴ്സ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ സംഭവിക്കാറുണ്ട്. അപ്പോൾ സെപ്പറേഷൻ ഓഫ് പവർ അത്രത്തോളം ആഴത്തിലുള്ള ഒരു കോൺസെപ്റ്റാണ്, നിങ്ങൾ പഠിക്കണം. ഡിവിഷൻ ഓഫ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, താഴെ പഞ്ചായത്ത് രാജുകൾ, ഓരോരുത്തർക്കും പവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമല്ലോ. നമ്മൾ നേരത്തെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകർ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതാണ് ഡിവിഷൻ ഓഫ് പവർ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് പലപ്പോഴും ഇത് ഇന്റർചേഞ്ചബിൾ ആയിട്ട്, സിനോണിമസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എന്നാലും കറക്റ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഹൈക്കോടതിയെ പറ്റി പഠിക്കുക, ഇന്ത്യൻ പാർലമെന്റ്, ലോക്പാൽ, പോക്സോ ആക്ട് ഒക്കെ നോക്കിയിട്ട് വേണം. ഇവിടെ അധികം ആരും നോക്കാത്തതും എന്നാൽ ഇനി ധാരാളം ചോദ്യങ്ങൾ വരാൻ പോകുന്നതുമായ ഒരു മേഖലയാണ് പൊളിറ്റിക്കൽ പാർട്ടി. നാഷണൽ പാർട്ടി ആവാനുള്ള യോഗ്യത എന്ത്, സ്റ്റേറ്റ് പാർട്ടി ആവാനുള്ള യോഗ്യത, അത്തരത്തിലുള്ള കോൺസെപ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങളുടെ ഇപ്പം സംഘടിപ്പിക്കുന്ന ടെസ്റ്റ് സീരീസിനകത്ത് ഇതെല്ലാം സമഗ്രമായി കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ്,
പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ, ഇ ഗവർണൻസ്. ഇവിടെ സ്കീംസ് ആണ് നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ട സ്കീംസ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നോക്കിക്കോ, അത് സിലബസിനകത്ത് ഉള്ള ആൾക്കാർ അത് നോക്കിയിട്ട് നോക്കുള്ളൂ. ഭൂമി പ്രോജക്ട്, സീഡോ, ലാൻഡ് റിഫോംസ്, ഇതൊക്കെ KS-നും പിന്നീട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം KS-നും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും കേരള എക്കണോമി ടോപ്പിക് ഉണ്ട്, അതിനകത്ത് ഇത് വളരെ ആഴത്തിൽ ക്വസ്റ്റ്യൻസ് വരും. ഇതാണ് നമുക്കിവിടെ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കമന്റ് ചെയ്യാം. നമ്മൾ ഇത്രയും കണ്ടതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന ഒരു ടോപ്പിക് നിങ്ങൾ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ആൾക്കാരെ കമന്റ് ചെയ്യുന്ന ടോപ്പിക്കിൽ വീഡിയോ ചെയ്യാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ്. കാര്യം നിങ്ങൾക്ക് ഏത് ഏരിയ ആണ് ഡിഫിക്കൽട്ട്, ഏത് ഏരിയ ആണ് ഈസി എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തന്നെ അതിൻ്റെ അടുത്ത് പറയാം. സ്ട്രോങ് ആയിട്ട് തന്നെ പഠിക്കുക. എക്സാമിന് നമുക്ക് അത്യാവശ്യം സമയം മുമ്പിലുണ്ട്, തീരെ സമയമില്ലെന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ട് പഠിക്കുക, കട്ടക്കിരുന്ന് കുത്തിയിരുന്ന് തന്നെ സിലബസ് ഫിനിഷ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.